we are going through difficult times in the world. നമ്മൾ ഈ ലോകത്തിൽ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. And it's not going to get easier. It's possible we may make it more tougher. അതിനി എളുപ്പമായിരിക്കുകയില്ല. ഒരു സാധ്യതയുള്ളത് അത് വളരെ പ്രയാസകരമായിരിക്കുക തന്നെ ചെയ്യും. And so the title of what the meditation this morning is our response to these difficult times. അതുകൊണ്ട് തന്നെ എൻ്റെ സന്ദേശത്തിൻ്റെ ഇന്നത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ പ്രയാസകരമായ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. Today morning, for those of you who look at YouVersion, it's a Bible app you have in your that you can download in your phone or tablet. If you looked at the YouVersion, the verse today was 2 Corinthians 12:7-9. YouVersion എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷനിൽ എല്ലാ ദിവസവും ഒരു വാക്യം കാണിക്കും. ഇന്നത്തെ ആ വചനം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 17:12. So I'll ask Anita 7 or 9 വരെ വായിക്കാമോ? This is a story of Paul's thorn in the flesh. 2 കൊരിന്ത്യർ 12:7 മുതൽ 9 വരെ നമ്മളിപ്പോൾ വായിക്കുകയാണ്. ഇത് പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് ഒരു വേദഭാഗമാണ്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. Thank you. Now I asked Anita to read this word, so we're looking at these phrases to show you something that is a godly response. ഈ വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ദൈവികമായിട്ടുള്ളൊരു പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാകുന്നു. Now we know the story of Paul. നമ്മൾക്ക് എല്ലാവർക്കും പൗലോസിൻ്റെ കഥ അറിയാം. And he went through, I don't know what it was, must have been terrible because he kept asking the Lord many times. എനിക്കറിയില്ല അദ്ദേഹം എന്ത് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയതെന്ന്. പക്ഷേ അത് വളരെ പ്രയാസകരമായിരിക്കണം. കാരണം അദ്ദേഹം ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. And so we know that Paul wanted this removed. നമുക്കറിയാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പ്രാർത്ഥിച്ചത് ഇത് എങ്ങനെയെങ്കിലും മാറണം എന്നുള്ളതാണ്. But when the Lord told him, my grace is sufficient for you, പക്ഷേ ദൈവം പൗലോസിനോട് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ Paul didn't say, but Lord please take it away. പൗലോസ് അപ്പോഴും ദൈവത്തോട് പറഞ്ഞില്ല, എങ്കിലും ഇത് മാറ്റണമേ എന്ന്. I've been writing to people saying that we can be overcomers in all situations, and if this is still with me, everyone will see I've got this problem. ഞാൻ മറ്റുള്ളവർക്ക് എഴുതുന്ന കത്തിൻ്റെ അകത്ത് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ പ്രയാസത്തിലാണെങ്കിൽ നിങ്ങൾ അതിനെ ജയിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? What will people talk of me? What will people think of me? The apostle cannot get out of his problem. How can I get out of my problem? മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് എന്ത് ചിന്തിക്കും? അപ്പോസ്തലന് പോലും ഈ തൻ്റെ പ്രശ്നത്തിൽ നിന്ന് മാറുവാൻ സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെ എനിക്ക് എൻ്റെ പ്രശ്നത്തിൽ നിന്ന് മാറുവാൻ സാധിക്കും? You see, Paul didn't say any of this. ഇതൊന്നും പൗലോസ് പറയുന്നില്ല. When God said, my grace is sufficient for you, ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി. Paul said, then when God said that, I will glory in my weakness. ഇത് ദൈവം പൗലോസിനോട് പറഞ്ഞപ്പോൾ പൗലോസ് ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. Because I want God's strength to be made perfect in me. കാരണം എന്തെന്നാൽ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. See, there was a situation and a godly response. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു പ്രശ്നമുണ്ടായിരുന്നു, പക്ഷേ അതിന് ദൈവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കാണുവാൻ സാധിക്കുന്നത്. All of us face difficult situations. നമ്മളെല്ലാവരും പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. But the
the challenge I'm raising before you is, are you having a godly response, a biblical response to the situations you face? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വെല്ലുവിളി ഇപ്രകാരമായിരുന്നു. നിങ്ങളുടെ ഏത് സാഹചര്യവും ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ ദൈവികമായിട്ടുള്ളൊരു പ്രതികരണത്തിലൂടെയാണോ അതിനെ പ്രതികരിക്കുന്നത്, അതിനെ നേരിടുന്നത്? Why have I chosen to speak about this? ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം സംസാരിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്? Because both in me and in others around me, I find a tendency to have ungodly responses. എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏത് സാഹചര്യത്തിലും നമുക്കൊരു ദൈവികമല്ലാത്തൊരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. And I'm preaching to myself and I'm preaching to all of us and everyone who's hearing in the long distance. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ തന്നെ അത് എന്നോടും കൂടെയാണ് പ്രസംഗിക്കുന്നത്, യൂട്യൂബിൽ കാണുന്നവരോടൊപ്പം തന്നെ. So we want to look at what does the scripture say about the difficult situation and how does God want us to respond in these difficult situations. ഇപ്പോൾ നമ്മൾ നോക്കുവാൻ പോകുന്നത് വചനം എന്താകുന്നു, പ്രയാസകരമായ കാലഘട്ടത്തിൽ കൂടെ എങ്ങനെയായിരിക്കണം എന്ന് വചനം എന്ത് പറയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാകുന്നു. You see, the interesting thing is, Jesus spoke about difficult situations we are going to face. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു നമ്മൾ പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകും എന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. Apostle Peter talked about difficult situations we are going to face. അപ്പോസ്തലനായ പത്രോസ് നമ്മൾ പ്രയാസഘട്ടത്തിലൂടെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Paul also talks about, and other writers also talk about it. പൗലോസും പറഞ്ഞിട്ടുണ്ട്, മറ്റ് എഴുതിയ ആളുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. James talks about it very clearly. യാക്കോബ് ഇതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. You see, so this is a very common theme that the apostles wrote in their writings. You're going to go through difficulties and how you should respond. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു പ്രമേയമായിരുന്നു. കാരണം അപ്പോസ്തല ആളുകൾ ഇതിനെ പറ്റിയിട്ട് എഴുതുകയും നമ്മളുടെ പ്രതികരണം ഇതിനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. Now, when I tell you we are going through difficult times, you'll be wondering, what difficult times? ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മളെല്ലാവരും പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് പ്രയാസകരമായിട്ടുള്ള ഘട്ടം? I am having a wonderful time. എനിക്ക് വളരെ നല്ലൊരു സമയമാകുന്നു ഇപ്പോൾ. Well, that itself is an indication that you are going through a difficult time. ഇത് നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാകുന്നു. Let me explain. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിവരിക്കാം. In the world, we are going through tremendous difficulties. If you are not aware of it, please start reading the papers. ഈ ലോകത്തിൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പത്രം വായിക്കുക. In many countries in the world, do you know that there are more than 30 or 40 different places where there is conflict between nations itself? Wars? Maybe you didn't realize. You thought only Ukraine and Russia. But according to the world statistic and by UN, there are at least 30 places where there is conflict between nations. നിങ്ങൾ ഒരുപക്ഷെ ഇന്നത് പത്രത്തിൽ പലയിടങ്ങളിലും നിങ്ങൾ വായിക്കുന്നത് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷേ ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UN സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ ഒരു പഠിപ്പിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ഇടങ്ങളിലാണ് ഇന്ന് പ്രയാസങ്ങൾ, അവർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. There are many places where people do not have food to eat and they are starving. Do you know that? നിങ്ങൾക്കറിയാമോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ അവർ പട്ടിണിയിലായിരിക്കുന്നു. In 3 of our neighboring nations, the price of things have gone so high. Do you know that a kilo of sugar costs more than 300 rupees in Sri Lanka? നിങ്ങൾക്കറിയാമോ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും സാധനങ്ങളുടെ വില വളരെയധികം കൂടിയിട്ടുണ്ട്. ഇന്ന് ശ്രീലങ്കയിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് വില 300 മുകളിലാണ്. അത് നിങ്ങൾക്കറിയാമോ? Please Google and find out to see what the world is going through. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി എങ്ങനെ ഈ ലോകം ഈ അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. At a particular period, just a few days back in Sri Lanka, 1 liter of petrol was 1,000 rupees. കുറച്ച് നാളുകൾക്ക് മുന്നേ ശ്രീലങ്കയിൽ 1 ലിറ്റർ പെട്രോളിന് 1000 രൂപയായിരുന്നു. Now it's come down a little bit, but it's still a few hundreds. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും 100ന്റെ ആ ഒരു കണക്കിൽ തന്നെയാണ് അത് ഇപ്പോഴും നിൽക്കുന്നത്. Why am I saying these things to you? ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്? Because you need to wake up and realize we are not living in a very easy time. We are going through a tough time in this world. And if you are not going through a difficult time, it's the mercy of God that you are living in an area which is peaceful.
നിങ്ങൾ ഇന്ന് വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ബുദ്ധിമുട്ടുകളിൽ ആയിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ബുദ്ധിമുട്ടിലല്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയുണ്ടതുകൊണ്ടും നമ്മൾ സമാധാനപരമായിട്ടുള്ള സ്ഥലത്ത് ഇന്ന് ജീവിക്കുന്നത് കൊണ്ടും മാത്രമാണ്. In many parts of the world last week there were earthquakes. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ആഴ്ച ഭൂമികുലുക്കം ഉണ്ടായിരുന്നു. Right now India is going through one of the worst heat waves ever experienced in North India, hottest for 72 years. ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളരെയധികം ചൂട് അനുഭവപ്പെടുന്നത് 72 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു രീതിയിൽ വന്നിട്ടില്ല. അധികം ചൂട് അനുഭവപ്പെടുന്നതായിട്ട് If this continues for a few more weeks without rain or anything, very soon you will have cattle falling down dead, and you will have the crops dying, and which has all the recipes for various other disasters which I don't want to explain. കുറച്ച് നാളുകളോടുകൂടി ഈ ചൂട് ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുവാൻ തുടങ്ങും, കന്നുകാലികൾ മരിക്കുന്നു, നമ്മളുടെ കൃഷി അത് നശിച്ചു പോകുന്നു, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഇന്ന് ഇത് തുടരുക തന്നെയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഇനിയും ഉണ്ടാകും. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. You must be wondering, what is this pastor saying? What is this fellow saying? Tell us some good news. Yes, we have the good news. That will come later. But if you are still sleeping, I want to wake some of you up. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, പലരും ചിന്തിക്കും, എന്താണ് പാസ്റ്റർ എന്നിവിടെ നിന്ന് പറയുന്നത്, വല്ല നല്ല കാര്യം ഇവിടെ നിന്ന് പറഞ്ഞുകൂടെ. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തുടരെ വരിക തന്നെ ചെയ്യും. പക്ഷേ ചിലർ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. Why do we need to pay attention to these type of things? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? Because the word of God says these type of things will happen at the end times. So we need to, I don't know whether this is the end times, but we need to be aware of the fact that these things are happening. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവസാന നാളുകളിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ എനിക്കറിയില്ല ഇപ്പോൾ ആകുന്നു അവസാന കാലം ആയതെന്ന്, പക്ഷേ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ച് നോക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. World is losing its standards and values. ലോകം അതിൻ്റെ നിലവാരങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. In certain countries, out of 100 marriages, not even 50% survive after 1 year. ചില രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 വിവാഹങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% പോലും ഒരു വർഷത്തിന് ശേഷം അവർ ഒരുമിച്ച് ജീവിക്കുന്നില്ല. You may say, thank God we are not in this place. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ദൈവമേ നന്ദി, ഞങ്ങൾ ഈ അവസ്ഥയിലല്ലല്ലോ. No. India, Kerala is one of the worst places for divorces. Do you know that? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇന്ത്യയിൽ, കേരളത്തിലാണ് വിവാഹമോചനം ഏറ്റവും അധികമുള്ളത്. Oh, we say, but praise God we are believers. Oh, praise God we are Christians. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ദൈവത്തിന് സ്തുതി, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ വിശ്വാസികളല്ലേ. Sadly, divorce is highest in Kerala among Christians. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, വിവാഹമോചനം ഏറ്റവും അധികം കൂടുതൽ ക്രിസ്ത്യാനികളുടെ ഇടയിലാകുന്നു. And very high among people who call themselves believers. അത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എന്ന് വിളിക്കുന്ന സമൂഹത്തിൽ തന്നെയാകുന്നു. What we see in the multimedia communications and all of these type of stuff, advertisements and everything, is an invitation to fall into lust of the eyes, lust of the flesh, and boastful pride of life. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്യങ്ങൾ കാണുന്നതും, നമ്മളുടെ മൾട്ടിമീഡിയ, നമ്മളുടെ ഇൻ്റർനെറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുകയും കാണുകയും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിൻ്റെ മോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, നമ്മുടെ ഈ ജഡമോഹം എന്നുള്ള കാര്യങ്ങളാകുന്നു. Almost all advertisements cater to those three things. ഈ 3 കാര്യങ്ങളെയാണ് എല്ലാ നമ്മളുടെ ചുറ്റും കാണുന്ന പരസ്യങ്ങളും കേന്ദ്രീകരിക്കുന്നത്. So we are living in difficult times. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. And so if our young people get attracted to these because their gurus and their teachers and those who are the heroes are saying these things, നമ്മളുടെ ഇന്നത്തെ യുവതലമുറ ഈ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ കാരണമെന്ന് പറയുന്നത്, അവരുടെ ഗുരുക്കന്മാരും അവരുടെ ഹീറോകളും എല്ലാവരും പറയുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളാകുന്നു.
then don't be surprised that your child may sometimes begin to exhibit and talk back, and some of you may feel like you want to do things that are not right. ഒരു സമയത്ത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയുന്നതും തിരിച്ചു പറയുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, ഇത് ശരിയല്ല എന്ന് തോന്നുകയും ചെയ്യുന്നത് ഒരവസ്ഥയിലേക്ക് മാറും. There's no fear of God and wickedness rapidly increasing in our society. ദൈവഭയം ഇല്ലാതെ ദുഷ്ടത വളരെയധികം പെരുകി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. If you are not aware of these things, please take a walk towards Ashramam and Maidanam and also Adventure Park one evening. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം നമ്മളുടെ കൊല്ലത്തുള്ള ആശ്രമ മൈതാനം അതിനു ചുറ്റും നിങ്ങൾ ഒന്ന് നടന്നു നോക്കുക. Don't take your children with you. നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകരുത്. But obviously they must be there before you. പക്ഷേ ഒരുപക്ഷെ നിങ്ങളെക്കാട്ടിലും മുമ്പേ നിങ്ങളുടെ കുട്ടികൾ അവിടെ പോയിട്ടുണ്ടാകാം. Things happening out in the open that people were scared to do till they were married, happening in our town. നമ്മളുടെ പട്ടണത്തിൽ ഒരുപക്ഷെ പല കാര്യങ്ങളും നടക്കുന്നത് കാണുന്നത് അത് വിവാഹത്തിന് ശേഷം പലരും ചെയ്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തുറന്ന ഒരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. Are you aware of these things? നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാമോ? Were you aware of these things? നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിരുന്നോ? Did you know that Kollam is one of the conduits of the greatest amount of drugs passing hands? Kollam is a town. നിങ്ങൾക്കറിയാമോ, കൊല്ലം എന്ന് പറയുന്ന പട്ടണമാകുന്നു മയക്കുമരുന്നിൻ്റെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ കൈമാറ്റങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഒരു പട്ടണം എന്നുള്ളത്. Did you know that in Kollam, if you go out at a particular time, you may find in the middle of the town vehicles coming in, stopping, things moving from one vehicle to another vehicle and vehicles spreading out in other directions. ഒരു സമയത്ത് നിങ്ങൾക്ക് കൊല്ലം പട്ടണത്തിൽ പോയാൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും, ചില കാറുകൾ വരുന്നതായിട്ടും അടുത്തടുത്ത് നിർത്തും, ആ രണ്ട് വണ്ടികളിൽ നിന്നും പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, വണ്ടികൾ മാറിപ്പോകും. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ കൊല്ലം പട്ടണത്തിലുണ്ട്. But unless you are pretty brave and you know how to handle it, don't go near that. You may be attacked. നിങ്ങൾക്ക് വളരെയധികം ധൈര്യവും നിങ്ങൾ അത് നേരിടുവാൻ ശക്തിയുമുള്ള വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്ത് പോകരുത്, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. Wickedness is increasing. ദുഷ്ടത വളരെയധികം വർദ്ധിക്കുകയാണ്. Wickedness in politics and in the governance between nations, and people just going to war and killing thousands of people for their own selfish needs. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലും ദുഷ്ടത പെരുകുകയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടേതായിട്ടുള്ള അധികാരങ്ങളിലും ദുഷ്ടത പെരുകയും മറ്റുള്ളവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പോയി കൊല്ലുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. Well, this is coming into the churches too. ഇത് സഭകളിലും നടന്നു വരികയാണ്. In January, one of the pastors of one of the biggest churches in the world had to resign because he was found with 2 women. Nothing else explained. ജനുവരിയിൽ വളരെ വലിയ ഒരു ചർച്ചിൻ്റെ ഒരു പാസ്റ്റർ അദ്ദേഹത്തെ ഇപ്രകാരം കാണപ്പെടുകയുണ്ടായി, അദ്ദേഹം 2 സ്ത്രീകളുമായിട്ട് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ വേറെ ഒന്നും വിവരിക്കേണ്ട കാര്യമില്ല. No, they don't explain. They have not explained anything more than that. അവർ വേറൊന്നും വിവരിച്ചിട്ടില്ല. ആ പാസ്റ്ററിന് അവിടുന്ന് വിരമിക്കേണ്ടതായിട്ട് വന്നു. And we sing songs written and used, made popular in that church. We sing songs here quite often. ആ സഭകളിൽ അവർ എഴുതി ഉണ്ടാക്കിയ പാട്ടുകൾ നമ്മൾ പലപ്പോഴും ഈ സഭയിൽ നമ്മൾ പാടാറുണ്ട്. Songs are wonderful. ആ പാട്ടുകൾ വളരെയധികം നല്ല പാട്ടുകളാണ്. Nothing wrong with the songs. ആ പാട്ടുകളിൽ ഒരു തെറ്റുമില്ല. We don't stop reading Psalm 23 because David sinned. No, that's not the way we look at scripture, or we look at the things of God. ദാവീദ് പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും സങ്കീർത്തനം 23 വായിക്കാതിരിക്കുന്നില്ല. അതുകൊണ്ടല്ല അങ്ങനെയല്ല നമ്മൾ വേദഭാഗം നോക്കുന്നത്. But it's a warning to us that unless you respond in a godly way, things can be pulled from below your feet and you don't stand on solid ground. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാകുന്നു. ഒരു പക്ഷേ നിങ്ങൾ
ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ, ദൈവഗീതമായിട്ടുള്ള രീതിയിലല്ല നിങ്ങൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും നിങ്ങൾ ഒരു നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾ വലിച്ച് മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലാകാം. നമ്മളൊരു ഉറപ്പായുള്ള ഒരു പാറയായിട്ടുള്ള സ്ഥലത്തല്ല നിൽക്കുന്നതെങ്കിൽ. The worship team sang that song, on Christ the solid rock I stand, all other ground is sinking sand. ഇന്ന് നമ്മൾ ഇന്നിവിടെ ആരാധന സമയത്ത് വർഷിപ്പ് ടീം പാടുകയുണ്ടായി, നമ്മൾ നിൽക്കുന്നത് പാറയാകുന്ന ക്രിസ്തുവിലാകുന്നു, ബാക്കി എല്ലാ സ്ഥലവും ഒരു അനങ്ങുന്ന ഒരു സ്ഥലമാകുന്നു, അതെല്ലാം മുങ്ങിപ്പോകുന്ന അവസ്ഥയാകുന്നു. Apostle Paul talked about this type of a thing, and we are going to come to a passage in looking at it today. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ഒരു കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. ആ വേദഭാഗത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. I've been teaching some men of God certain things every week. ഞാൻ കുറച്ച് ദൈവദാസന്മാരായിട്ടുള്ള ആളുകളെ ഈ ആഴ്ചകളിലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചില കാര്യങ്ങൾ. And we meet every week on Friday morning. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടും. And as I was teaching the last few months, I've been these thoughts came to my mind, and that's why I'm sharing this word this morning. ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചിന്തകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. But Apostle Peter also talks about this and he says, be sober. അപ്പോസ്തലനായ പത്രോസും ഈ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉണർന്നിരിക്കുക. Because times are difficult. കാരണം നമ്മളായിരിക്കുന്ന സമയങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാകുന്നു, പ്രയാസകരമാകുന്നു. In 1 Peter 4:7 it says the end of all things is near. 1 Peter 4:7 the end of all things is near. Therefore be of sound judgment and sober spirit for the purpose of prayer. എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. And the next chapter he says, verse 8, chapter 5 verse 8, be of sober spirit, be on the alert. Your adversary the devil prowls around like a roaring lion seeking someone to devour. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. Now it's not just we also find that in Jesus, when he is talking about what's going to happen at the end time, ഇത് കൂടാതെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു അവസാന കാലങ്ങളിൽ എന്ത് നടക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുകയുണ്ടായി. and he talked about the great difficulties that we are going to face. യേശു നമ്മൾ അവസാന കാലഘട്ടത്തിൽ കടന്നു പോകുന്നതായിട്ടുള്ള വളരെ പ്രയാസങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. And in Matthew chapter 24, when he's talking about all these signs, മത്തായിയുടെ സുവിശേഷം 24 അന്ത്യകാലത്തിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ, and I'm just going to point out just one or two things from here. There are many things. You can make a list of 20 things, but I'm just going to point out one or two things. യേശു പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 കാര്യത്തോളം എങ്കിലും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്നാൽ ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുന്നു. Verse 9 and 10 I'll read. 9ഉം 10ഉം വാക്യങ്ങൾ. Then they will deliver you to tribulation and will kill you, and you will be hated by all nations because of my name. At that time many will fall away and will betray one another and hate one another. അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. In verse 12 it says, because lawlessness is increased, most people's love will grow cold. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. But 13 says, but he who endures to the end shall be saved. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. So, when difficult times come, it's not very easy dealing with those things. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രയാസ കാലഘട്ടം വരുമ്പോൾ സമയത്ത് അത് നേരിടുന്നത് വളരെ എളുപ്പമുള്ളതല്ല. And so let's now look at a passage which I want to primarily look at, and that is 2 Timothy chapter 3. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ നോക്കുവാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വേദഭാഗത്തിൽ നമ്മൾ പോവുകയാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം. Now I want to remind you that 1 Timothy, 2 Timothy and Titus are written to two young people, Timothy and Titus, who are basically pastors.
നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പൗലോസ് 1 തിമോത്തിയോസ് 2 തിമോത്തിയോസ് ടൈറ്റസ് തീത്തോസ് എന്ന് പറയുന്ന 3 ലേഖനങ്ങൾ എഴുതിയത് ഇത് രണ്ടും യുവാക്കളായിട്ടുള്ള 2 വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. തിമോത്തിയും തീത്തോസിനും വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും സഭയുടെ പാസ്റ്റർമാരായിരുന്നു. And they're not just pastors, they're actually in today's parlance, we would say, in language we would say, they were overseers or bishops. That authority they had. അവർ യഥാർത്ഥത്തിൽ പാസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും അവർ ആ ഒരു തലത്തിലല്ലായിരുന്നു. ഇന്നത്തെ നമ്മളുടെ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ ബിഷപ്പ് എന്നുള്ള പദവി വഹിക്കുന്ന വ്യക്തികളായിരുന്നു. So we look at chapter 3. When we look at chapter 3 of 2 Timothy, നമ്മൾ 2 തിമോത്തിയോസിന്റെ 3-ാം അധ്യായം നോക്കുകയാണെങ്കിൽ, I'm not going to read the first portions. We find that in verse 1 onwards, you find a whole list of things. You must have heard about this passage many times. You may have read it many times. So many people may have preached it. So I'm not going to. It gives a whole list of things that happen in the world which are terrible, wrong things that happen in the world. ഇതിൻ്റെ വാക്യമായിട്ട് ഞാൻ വായിക്കുന്നില്ല. പക്ഷേ ഈ 1-ാം വാക്യം തൊട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഇതിനെപ്പറ്റി പ്രസംഗിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ടാവാം. ഇതിനകത്ത് പറയുന്നത് ഈ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടന്നതിനെ പറ്റിയിട്ട് ഇവിടെ വിവരിക്കുന്നു. So Paul is telling Timothy, remember, difficult times are going to come. അതുകൊണ്ട് തന്നെ പൗലോസ് തിമോത്തിയോട് പറയുന്നത് ഇപ്രകാരമായിരുന്നു, ഓർക്കുക, പ്രയാസകരമായിട്ടുള്ള സമയം വരിക തന്നെ ചെയ്യും. Now, I want you to think a minute, please. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Now, you may think that Paul is here talking about the people outside in the world. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം പൗലോസ് ഇവിടെ പറഞ്ഞത് ഈ ലോകത്തിൽ പുറത്തുള്ള വ്യക്തികളെ പറ്റിയിട്ടാകുന്നുവെന്ന്. Because it says people will be lovers of self, lovers of money, boastful, proud, arrogant. I mean, lot of things that are terrible. കാരണം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൈവദൂഷണം പറയുന്നവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. In verse 5 it says holding to a form of godliness even though you are denying its power. 5-ാം വാക്യത്തിൽ പറയുന്നത് അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കാം. And then it says in verse 6 and 7 it says, they always learning but never able to come to the knowledge of truth. 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും അവർ ഇപ്രകാരം പറയുന്നുണ്ട്, അവർ പലപ്പോഴും സത്യം കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ അതിനെ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. So what I want to point out to you is this. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. This is not talking about unbelievers. This is talking about people who claim to be believers. ഇത് അവിശ്വാസികളെ പറ്റിയിട്ട് അല്ല പറയുന്നത്, ഇത് വിശ്വാസികൾ എന്ന് തന്നെത്താൻ പറയുന്ന വ്യക്തികളെ പറ്റിയിട്ടാകുന്നു ഇത് പറയുന്നത്. So please go and read 2 Timothy chapter 3. It's not talking about unbelievers. If you read through the whole passage, you'll understand the context. It's talking about people who claim to be believers but who are living wicked lives. നിങ്ങൾ വീട്ടിൽ പോയിട്ട് 2 തിമോത്തിയോസ് 3 അധ്യായം വായിക്കുക. ഇത് ഒരിക്കലും അവിശ്വാസികളെ പറ്റിയിട്ടല്ല പറയുന്നത്, വിശ്വാസികൾ എന്ന് തന്നെത്താൻ പറഞ്ഞ് അവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. Because verse 8 and 9 actually 7, 8 and 9 actually explains how these people who are pointed out were people who opposed Moses and people who said they were of God but everyone knows very clearly that they are not right. 7, 8, 9 വാക്യങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം അവർ പലപ്പോഴും അവരെ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുവാനായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും മോശയെ എതിർത്തതായിട്ടുള്ള വ്യക്തികളും അവർ മോശയെ എതിർത്ത സമയത്തും ബാക്കിയുള്ളവർക്ക് അറിയാമായിരുന്നു ഇവർ പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. And then Paul says, but don't follow those type of people, follow me. So he's not saying don't follow the unbelievers, follow a believer. He's saying don't follow people who say things but who don't live that way, but follow my example. Verse 10 and 11. 10-ാം വാക്യം 11-ാം വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൗലോസ് അതിനുശേഷം ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. പൗലോസ് പറയുന്നത് നിങ്ങൾ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നോക്കി അവരുടെ പുറകെ പോകുന്ന കാര്യത്തിനെ പറ്റില്ല, വിശ്വാസികൾ ആയിരിക്കുന്ന അവസ്ഥയിലും പലപ്പോഴും അവരുടെ അറിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യാത്ത രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ നോക്കി അത് ചെയ്യുവാനല്ല, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്നാണ് പൗലോസ് പറയുന്നത്. Can you please read verse 12 and 13, Anita? 12 and 13. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും.
ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. We are living in a world which is under the control of the enemy. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ ലോകം ഒരു പിശാചിന്റെ പിടിയിലായിരിക്കുന്ന ലോകമാകുന്നു. And they are going to keep on increasing, it says in verse 13. They are going to keep on increasing and it's going to continue on. 13-ാം വാക്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ദുഷ്ടത അത് കൂടി തന്നെ വരികയും ചെയ്യും, അധികം വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലേക്ക് മാറും. So out in the world, as wickedness increases, ഈ ലോകത്തിൽ ഈ ദുഷ്ടത വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു സമയത്ത് it will also come into the church and we are going to have difficulties living in the right way. അത് സഭയിലേക്കും കടന്നു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ലോകത്തിൽ ശരിയായിട്ട് രീതിയിൽ ജീവിക്കുവാൻ. So what is our response? അതുകൊണ്ട് നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? So I'm just going to point out to you certain responses that we need to have. നമ്മൾ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ചില രീതിയിലുള്ള പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. So I started at the beginning by saying our response to these difficult times. ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി ഈ പ്രയാസ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. So let's look at chapter 3 verse 14. നമുക്ക് 2 തിമോഥെയോസ് 3:14 വാക്യം നോക്കാം. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും. Thank you. So you may think, how then can we stand in these difficult times? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ പ്രയാസഘട്ടത്തിൽ നമ്മൾ എങ്ങനെ നിൽക്കും? There is a way of God to stand. ഇതിൽ നിലനിൽക്കുവാൻ ദൈവം ഒരു വഴി തന്നിട്ടുണ്ട്. But the problem happens if we are not following that way. പക്ഷെ പ്രശ്നം വരുന്നത് നമ്മൾ ആ വഴി നമ്മൾ അതിനെ തിരഞ്ഞെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ്. Because here it says, Timothy, it's going to be very difficult, it's going to be almost impossible, but there is a way. ഇവിടെ ഇപ്രകാരം പറയുന്നു, തിമോത്തിയോസേ, ഇത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാകുന്നു, പക്ഷേ ഇതിലെല്ലാം ഒരു വഴിയുണ്ട്. So the first thing Apostle Paul says is, continue in the things you have learned and become convinced of. ഒന്നാമതായിട്ട് പൗലോസ് പറയുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത്, നീ പഠിച്ചതും നിനക്ക് ബോധ്യമുള്ളതുമായിട്ടുള്ള കാര്യത്തിൽ നീ നിലനിൽക്കുക. What have you learned? എന്താകുന്നു നിങ്ങൾ പഠിച്ചത്? What have you learned? നിങ്ങൾ എന്താകുന്നു പഠിച്ചത്? As you read through, you'll find the word of God. That's what Anita just read. നിങ്ങൾ വചനം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താകും നിങ്ങൾ പഠിക്കേണ്ടത്. അതാകുന്നു വായിച്ചത്. 15-ാം വാക്യം. You see, when you look at the scripture, this is a sacred writings. ഈ 15-ാം വാക്യത്തിൽ പറയുന്നത് വിശുദ്ധ എഴുത്തുകൾ. Now I want to ask you at this point. ഈ സമയത്ത് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. How many of you are spending time every day with the word of God? Very simple question, not a very complicated question. This is not something only educated people can do. This is something the youngest child sitting here can do. How many of you are spending time with the word of God? ചോദ്യം പ്രകാരമാണ്. വളരെ പ്രയാസകരമായിട്ടുള്ള ചോദ്യമല്ല, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാകുന്നു. ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടി മുതൽ ഞാൻ ചോദിക്കുകയാണ്, എത്ര പേർ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനവുമായിട്ട് സമയം ചെലവഴിക്കാറുണ്ട്? How many of you are studying the scriptures which is able to save, give you salvation? That means which is able to deliver you from the problems you are going through. നിങ്ങൾ എത്ര പേർ ഈ വചനം പഠിക്കുന്നുണ്ട്? നിങ്ങൾക്ക് രക്ഷ തരുവാൻ കഴിയുന്നതായിട്ടുള്ള ഈ വചനം. രക്ഷ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഈ വചനം. How many of you are encouraging yourself to study the scriptures by heart? നിങ്ങൾ എത്ര പേർ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് വചനം മനപ്പാഠം പഠിക്കണം എന്നുള്ളത്? Or you are studying the word, not just encouraging you. How many of you are studying the Bible by heart? നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ എത്ര പേർ വചനം അത് മനപ്പാഠമാക്കുവാൻ പഠിക്കുന്നുണ്ട്? Why? എന്തുകൊണ്ട്? How can a young man or an old man keep his way pure?
എങ്ങനെയാകുന്നു ഒരു മനുഷ്യൻ, അത് ചെറുപ്പക്കാരനായിക്കോട്ടെ പ്രായം ചെന്നവനായിക്കോട്ടെ, എങ്ങനെ തൻ്റെ വഴി നിർമ്മലമായിട്ട് സൂക്ഷിക്കും? By keeping it according to His word. അത് ദൈവവചനപ്രകാരം ആകുന്നു. I have stored your word in my heart that I may not sin against God. ദൈവത്തിന്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി. Psalm 119 verse 10 and 11. സങ്കീർത്തനം 119 10-11 വാക്യങ്ങൾ. You see, if you don't follow this very simple pattern, this very simple habit, let me tell you, sadly, and this is also true, this is a prophecy, you will fall. നിങ്ങൾ ഈ ഒരു ചെറുതായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ഈ വചനം നിങ്ങൾ അതനുസരിക്കുന്നില്ല, അത് അപ്രകാരമല്ല ജീവിക്കുന്നത് എങ്കിൽ ഇത് നിങ്ങളൊരു പ്രവചനമായിട്ട് തന്നെ ഏറ്റെടുത്തോ, നിങ്ങൾ തെറ്റിപ്പോകും. Why do I say that? എന്തുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്? Did God show me that all of you are going to fall if you don't study the Bible? ദൈവം എന്നെ കാണിച്ചു തന്നതാണോ? നിങ്ങൾ ആരും വചനം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീണു പോകുമെന്ന് കാണിച്ചതുകൊണ്ടാണോ? It's in the Bible. ഇത് വചനത്തിൽ തന്നെയുണ്ട്. Not because I received a special revelation. It's in the Bible and all of the Bible is true. So you can take it as a prophecy. എനിക്ക് ദൈവം ഒരു വെളിപാട് തന്നതുകൊണ്ടല്ല, ഇത് ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനം എല്ലാം സത്യമാകുന്നു, അതുകൊണ്ട് if you want your children to walk with the Lord, whether they're convinced about it or they're not convinced about it, make them study the scriptures by heart. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ശരിയായ വഴിയിൽ നടക്കണം, അവർ തെറ്റിപ്പോകരുത്, അവർ വീണു പോകരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നില്ലയോ, എന്തായാലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വചനം, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. This was part of my discipline in my home. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ചിട്ടയിൽ വന്ന ഒരു കാര്യമാകുന്നു ഇത്. Had to do it in my home. ഇത് എൻ്റെ വീട്ടിൽ അത് ചെയ്ത് തന്നെ ചെയ്യണം. Long before I was born again. ഞാൻ വീണ്ടും ജനിക്കുന്ന അവസ്ഥയിലാകുന്നതിന് മുൻപേ തന്നെ. When I was 8-year-old, I came to Kaviyur to stay with my grandparents because my mother had gone for her further studies in 1968. 1968 എനിക്ക് 8 വയസ്സുള്ള സമയത്ത് കവിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസുമായിട്ട് താമസിക്കാൻ വന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു ഉപരിപഠനത്തിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. So 1 year I had to come and stay in Kerala. അതുകൊണ്ട് തന്നെ ഒരു വർഷം എനിക്ക് കേരളത്തിൽ വന്ന് താമസിക്കേണ്ടതായിട്ടുണ്ട്. And every afternoon, Sunday afternoon, എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം, no, before lunch, ഉച്ചഭക്ഷണത്തിന് മുൻപ്, okay, I had to by heart one chapter, otherwise there was no lunch. ഞാൻ ഒരു അധ്യായം മനഃപ്പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അന്ന് ആഹാരം കിട്ടുകയില്ല. No apology, no explanation, no beating of the thing. Do you tell me the Colossians chapter 1? I still remember certain things as people are reading out in Malayalam. It just comes back to my mind because I studied it. അവിടെ അന്ന് പോയിട്ട് എനിക്ക് ഒരു ഒഴിവുകഴിവും പറയുവാൻ പാടില്ല, ഒരു ക്ഷമ ചോദിക്കാനും പാടില്ല. വചനം പഠിച്ചു, അത് മനഃപ്പാഠം പറഞ്ഞു കേൾപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആഹാരമില്ല. കൊളോസ്യർ 1-ാം അധ്യായമൊക്കെ അത് എപ്പോഴും എനിക്ക് മനഃപ്പാഠമായിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ മലയാളത്തിൽ വായിക്കുന്ന സമയത്ത് അത് ഓർമ്മ വരിക തന്നെ ചെയ്യും. I studied in a college called Union Biblical Seminary. യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറയുന്ന ഒരു കോളേജിലാകുന്നു ഞാൻ പഠിച്ചത്. Every term we had an exam which was writing verses by heart. Every student had to do it, from BTH, BD, MTH, doctorate. Every student in UBS has to write it down on a piece of paper, the verses that are given to them. It's a non-evasive compulsory exercise. ആ കോളേജിൽ ഇപ്രകാരം ഒരു എക്സാമിൻ്റെ സമയത്ത് എല്ലാ വർഷത്തിലും എല്ലാ ഒരു സമയത്തും ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ കുട്ടികളും ഒരു അധ്യായം വചനം പ്രതി വചനം ഒരു പേപ്പറിൽ എഴുതണം. അവിടെ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാകുന്നു. ഇതിനകത്തൊന്നും ഒന്നും പറയുവാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ആ സെമിനാരിയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു. There may be other seminaries also. I mean, പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്ഥലത്ത് അവിടെ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. You see, Paul tells Timothy, remain convinced in the word of God which you learned from your childhood. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഇപ്രകാരം ഒരു കാര്യമാണ്, നീ ചെറുപ്പം മുതൽ, ബാല്യം മുതൽ പഠിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. In 1 Timothy chapter 1 and 2 Timothy chapter 1, Paul talks about his mother
his grandmother Lois and his mother Eunice, from whom Timothy learned the scriptures. 2 തിമോത്തിയോസ് 1:5 വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പ്രകാരം പറയുന്നുണ്ട്, നിന്റെ വലിയമ്മയായ ലോവീസിലും നിന്റെ അമ്മയായ യൂനിക്കയിലും ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും തിമോത്തിയോസ് പഠിച്ചതായിട്ടുള്ള വചനം ആ കാര്യത്തെ പറ്റിയിട്ട് പറയുന്നു. You may think that Timothy became a man of God just because God had a calling on his life. That is true. But the calling of God came upon Timothy's life, I believe, also because of things that he had taken trouble to put into his life. നിങ്ങൾ ഒരുപക്ഷെ ഇപ്രകാരം പറഞ്ഞേക്കാം, തിമോത്തിയോസിന് ദൈവത്തിൻ്റെ ഒരു വിളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തിമോത്തിയോസിന് ഇപ്രകാരമൊക്കെ ചെയ്യാൻ സാധിച്ചത്. ശരിയായിരിക്കാം, ദൈവത്തിൻ്റെ ഒരു വിളി തിമോത്തിയോസിൻ്റെ മേൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ തിമോത്തിയോസ് ചെറുപ്പം മുതൽ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ടും അദ്ദേഹം എടുത്ത ആ ഒരു പ്രയാസത്തിൽ നിന്നും അദ്ദേഹം പഠിച്ച കാര്യങ്ങളിൽ നിന്നും ആകുന്നു ദൈവത്തിൻ്റെ ഒരു വിളി അദ്ദേഹത്തിന് മേൽ ഉണ്ടായത്. And I want to ask every one of you, I don't need an answer from you, but I can very clearly say, your relationship with this word of God and how much of it is stored in your word of God will determine whether you are going to stand or fall in the future. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഇപ്രകാരം ചോദിക്കാനുണ്ട്, ഇതിനാരും ഉത്തരം നൽകേണ്ടതായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ എപ്രകാരം നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവോ, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുവോ, അത് നിങ്ങൾക്ക് അറിയാകുന്നുവോ, അത് നിങ്ങൾ തീരുമാനം അറിയുന്നത് എപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രയാസമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഭാവിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുമോ വീഴുമോ എന്നുള്ളതിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത്. And in the early church they didn't even have the Bible. ആദിമ സഭയിൽ അവിടെ ആർക്കും ഈ വേദപുസ്തകം ഇല്ലായിരുന്നു. So in the 1 Timothy chapter 4, Paul tells Timothy, every time you meet, make sure you do public reading of scripture. Why? Because every one of them should hear the word of God and they should be able to learn the word of God. അതുകൊണ്ട് തന്നെയാകുന്നു പൗലോസ് തിമോത്തിയോസിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതായിട്ടുള്ള കാര്യം, നിങ്ങൾ കൂടി വരുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ ദൈവവചനം അവിടെ ഉറക്കെ വായിക്കണം. എന്തെന്നാൽ അത് കേട്ട് അത് ബാക്കിയുള്ളവർ അത് ശ്രദ്ധിച്ച് കേൾക്കുവാനും അവർക്കത് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാകുന്നു. So very often, we are not even willing to bring our Bibles to the church. I mean, as long as I have a, iPad or iPhone, that's good enough. Why bring the Bible? പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്, നമ്മളിൽ പലപ്പോഴും സഭയിലേക്ക് വേദപുസ്തകം കൊണ്ടുവരുന്നത് തന്നെ അത് ചിന്തിക്കുന്നു ബുദ്ധിമുട്ടായിരിക്കുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഐപാഡോ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ എന്നുള്ള രീതിയിലാകുന്നു. You see, your willingness or unwillingness to carry the Bible is indicative of a lot of things. That's all I'll say. ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, നിങ്ങളുടെ വേദപുസ്തകം അത് നിങ്ങൾ കൊണ്ടുവരുന്നില്ലയോ അത് മറ്റു പലതിനെയും സൂചിപ്പിക്കുന്നു. Because I'm not here to judge, whether you're carrying in a book or electronic form. I'm not here to judge that. നിങ്ങളൊരു പുസ്തകം കൊണ്ട് നടക്കുന്നോ നിങ്ങൾ അതൊരു മൊബൈൽ കൊണ്ട് നടക്കുന്നോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ വിധിക്കുന്നില്ല, ഞാൻ അതിനല്ല ഇവിടെ നിൽക്കുന്നു. But why do you not bring the Bible and you know the answer and you should give the answer to the Lord? പക്ഷേ എന്തുകൊണ്ടാകുന്നു നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവരാതിരിക്കുന്നത്? അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം അറിയാം, അതിൻ്റെ ഉത്തരം ദൈവവുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. When you know that you need to store the word of God in your heart, why do you not do it? നിങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത്, പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? How much of time do you take to spend time with the word of God? ദൈവത്തിൻ്റെ വചനവുമായിട്ട് എത്രത്തോളം സമയം നിങ്ങൾ ചെലവഴിക്കുവാനായിട്ട് എടുക്കുന്നുണ്ട്? And in verse 15 it talks two things about the word of God. 15-ാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തെ പറ്റിയിട്ട് പറയുന്നു. It's able to give you wisdom that leads to salvation. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതാകുന്നു തിരുവെഴുത്ത്. Okay, so it is able to give you wisdom that leads to salvation. രക്ഷയ്ക്ക് മതിയായിട്ടുള്ള ഒരു കാര്യമാകുന്നു ഈ തിരുവെഴുത്ത് എന്ന് പറയുന്നത്. So all these people, Timothy was already saved. തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. So why is Paul writing, this is able to give you wisdom that leads to salvation? പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോൾ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത് ഇത് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ ചെയ്യുന്ന ഒരു കാര്യമാകുന്നു? Because it is the word of God that you read and you meditate and you receive, which enables you to see the saving work of God in your life on a daily basis. കാരണം എന്നാൽ ദൈവത്തിൻ്റെ വചനം മാത്രമാകുന്നു നമ്മളുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനും നമ്മളെ രക്ഷിക്കുവാനും നമുക്ക് ദൈനംദിനം ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും തരുന്ന കാര്യം.
And when God says that's the way He's going to do it, that's the way He's going to do it. Simple. ദൈവം പറഞ്ഞു ഇപ്രകാരമാകുന്നു ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെ ആകും ചെയ്യപ്പെടുന്നത്. So if you don't read the scriptures and you don't, store it up in your heart, then you are not receiving that instrument through which you receive salvation of God daily. നിങ്ങൾ അത് അറിയാവുന്ന ഒരു കാര്യമായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഉപകരണത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് രക്ഷ വേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം അത് നടക്കാതെ തന്നെ പോവുകയും ചെയ്യും. And so when you go through a problem, maybe your brother gets angry with you, or your wife gets angry with you, or your husband gets angry with you, you are not able to respond rightly. Why? Because you have not stored the word of God in your heart that is able to save you in that situation. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പ്രയാസത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സമയത്ത് നിങ്ങളുടെ സഹോദരൻ ഒരുപക്ഷെ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും. ഏതൊരു അവസ്ഥയിലും നിങ്ങൾ എങ്ങനെ ശരിയായിട്ട് പ്രതികരിക്കണം എന്നറിയാത്ത അവസ്ഥയിലാകുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാകുന്നു. You see, so I don't know how to share this in a greater measure, but the point is when you look at the word of God, ഇതൊരു വലിയ അളവിൽ എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ, I'm trying to make it simple, okay? ഞാനിത് വളരെ ലഘുവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. You are beginning to understand the way God works in your heart. നിങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. You are beginning to understand how God works through the cross. ദൈവം ക്രൂശിൽ കൂടി എങ്ങനെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. You are beginning to understand the working of God in the lives of each person. നിങ്ങൾ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നു. You are beginning to understand how God can meet your weaknesses and turn them into strength. നിങ്ങളുടെ ബലഹീനതകളിൽ ദൈവം എങ്ങനെ അതിനെ പ്രവർത്തിക്കും, അതിൽ പ്രവർത്തിച്ച് അത് നിങ്ങൾക്ക് ശക്തിയുള്ളതാക്കി മാറ്റും എന്നുള്ളതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നു. You will begin to understand the ploys of the enemy and God will show you how you come out of those ploys. ശത്രുവിൻ്റെ പലതായിട്ടുള്ള പിടിയിൽ നിന്നും നിങ്ങൾ അത് മനസ്സിലാക്കുകയും അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരികയും എന്നുള്ളതിനെ പറ്റി ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. God is going to train you and show you as you read through the word of God on how you are going to become more and more like Jesus. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം എങ്ങനെ നമ്മൾ യേശുവിനെ പോലെ ആകുന്നു എന്നുള്ളതിനെ ആകുന്നു. And so if you are not willing to read the word of God, none of this is going to happen, because it doesn't matter if you fast and pray, but this is the way in which God is going to show you and lead you into the ways of God. നിങ്ങൾ ഒരുപക്ഷെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതിന് പ്രധാനമായിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ മനഃപ്പാഠമാക്കാതെ അത് എങ്ങനെ മനസ്സിലാക്കാതെ നിങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തിയിൽ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. So therefore, right in the Old Testament, they taught the people, study the word of God properly. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ വചനം ശരിയായി പഠിക്കണം എന്നുള്ളതാകുന്നു. The Jewish young men and young women, they study the word of God totally. ഒരു യഹൂദനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ദൈവത്തിൻ്റെ വചനം അവർ മുഴുവനും പഠിക്കുക തന്നെ ചെയ്യും. That is why when Mary was told that she is going to conceive a child, she could say, let it done be unto me according to your word. അതുകൊണ്ടാകുന്നു ദൂതൻ വന്ന് മേരിയോട് നിനക്ക് ഇപ്രകാരം ഒരു കുട്ടി ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്ത് അപ്രകാരം തന്നെ നിന്റെ വചനപ്രകാരം ആകട്ടെ എന്ന് തിരിച്ച് മേരി പ്രതികരിക്കുന്നത്. That is why Jesus could immediately talk back the word of God to Satan, because he knew the word of God. Now that didn't come because he was a son of God. Those powers he had laid aside. He learned the scripture exactly like you and I would learn it. പിശാച് യേശുക്രിസ്തുവിനെ പ്രലോഭനത്തിൻ്റെ അവസ്ഥയിൽ പരീക്ഷിച്ചതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റെ വചനം യേശു പിശാചിനോട് തിരിച്ചു പറയുന്നത് അത് ദൈവത്തിൻ്റെ മകൻ ആയതുകൊണ്ടല്ല, ഞാനും നിങ്ങളും പഠിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം യേശു മനഃപ്പാഠമാക്കി പഠിച്ചതുകൊണ്ട് മാത്രമാകുന്നു അത് തിരിച്ച് പിശാചിനോട് പറയുന്നത്. That is why at the age of 12 we could sit in the temple and talk with the scribes and the Pharisees and the scholars of the law, because he knew the law and he knew how to understand it and explain it. 12-ാം വയസ്സിൽ ദേവാലയത്തിലിരുന്ന് യേശു അന്ന് ദൈവവചനം പഠിപ്പിക്കുകയുണ്ടായി. അത് പഠിപ്പിച്ചത് അന്നത്തെ പ്രമാണികളും പരീശന്മാരും ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വചനം മനഃപ്പാഠമായിട്ട് യേശുവിനെ അറിയാവുന്നതുകൊണ്ടാണ് അപ്രകാരം പഠിപ്പിക്കുവാൻ സാധിച്ചത്. There is no shortcut to facing these difficult times. ഈ പ്രയാസ കാലഘട്ടങ്ങൾ അത് നേരിടുവാൻ വേണ്ടിയിട്ട് ഒരു കുറുക്കുവഴിയുമില്ല. But God has made a way.
പക്ഷേ ദൈവം ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. But if you're not willing to go that way, you will not face the difficult times victoriously. നിങ്ങൾ ആ വഴിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയാസ കാലഘട്ടം വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. In verse 16 and 17, I'm not going to look at that. I've taught this passage so many times. If you look with the word of God, it will prepare you for every good work. 16-17 വാക്യങ്ങൾ ഞാൻ ഈ വചനം ഇത് നോക്കുന്നില്ല, പക്ഷേ ദൈവവചനം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൽപ്രവൃത്തിക്കും ദൈവവചനം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും, അതിനെ നിങ്ങൾ ഒരുക്കുക തന്നെ ചെയ്യും. And I want to point out 3 points from what Jesus said. 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞ 3 കാര്യങ്ങൾ. You can read Matthew 24 and 25. മത്തായിയുടെ സുവിശേഷം 24-25 നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. And what Jesus said about, being ready for these times, 3 things. യേശു നിങ്ങൾ ഈ അവസാന കാലഘട്ടത്തിൽ എങ്ങനെ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് 3 കാര്യങ്ങൾ പറയുകയുണ്ട്. Jesus talked about the end times. Jesus talked about his return. Jesus talked about the time where people are going to fall away. In that context he's talking. യേശു പറഞ്ഞതായിട്ടുള്ളത് അന്ത്യകാലം വരും, യേശു തിരികെ വരും, മറ്റുള്ള വ്യക്തികൾ യേശുവിൽ നിന്ന് മാറിപ്പോകും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പല കാര്യങ്ങൾ യേശു പറയുകയുണ്ടായി. First of all, he says, be ready at all times. ഒന്നാമതായിട്ട് യേശു ഇപ്രകാരം പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാ സമയത്തും ഒരുങ്ങിയിരിക്കുക. Number 2, be filled at all times. രണ്ടാമതായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സമയത്തും നിറവിലിരിക്കുക. Number 3, be faithful at all times. മൂന്നാമതായിട്ട് യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ എല്ലാ സമയത്തും വിശ്വസ്തരായിരിക്കുക. He talks about he's going to come like a thief, and are you ready? Are you ready at all times? Are you ready right now? Is your life ready? If the Lord actually now descends right into this room, are you ready to go with him? യേശു ഇപ്രകാരം പറഞ്ഞത്, നിങ്ങൾ എല്ലാ സമയത്തും ഒരുങ്ങിയിരിക്കുക, ഒരു കള്ളനെ പോലെ വരുന്നതായിട്ടുള്ളൊരു സമയത്തും നിങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് യേശു ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാണോ യേശുവിനോടൊപ്പം പോകുവാൻ? I was amazed at that that incident Pastor Vinod talked about, a young boy saying, I will never forgive. ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു. പാസ്റ്റർ വിനോദ് ഇന്ന് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. But I'm not surprised. ഞാൻ അതിൽ ഒരിക്കലും ആശ്ചര്യപ്പെടുന്നില്ല. Because I think I've also said it at times. ഞാനും പലപ്പോഴും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. You see, but praise God, God is delivering us. പക്ഷേ ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തിന് സ്തുതി, ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യുന്നു. But if we continue saying that even after becoming a follower of Jesus, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിനെ അനുഗമിക്കുന്ന അവസ്ഥയിൽ അതിനുശേഷവും ഇപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ then we are on dangerous ground. നമ്മൾ അതൊരു പ്രയാസമായിട്ടുള്ള, നമ്മളൊരു അപകടകരമായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. I will not forgive. ഞാൻ ക്ഷമിക്കുകയില്ല. I've seen people having this type of attitudes even though they didn't use the same words. Even though they didn't use those words, I've seen many people among believers who have the same attitude, that they're not going to forgive. ഞാൻ പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഈ ഒരു മനോഭാവം കാണുന്നുണ്ട്. പലപ്പോഴും അവർ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ അവരുടെ ഉള്ളിലുള്ള മനസ്സിൽ അവർ ഈ ഒരു രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. Jesus said, be ready. യേശു പറഞ്ഞു, നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. Be filled at all times. നിങ്ങൾ എപ്പോഴും നിറഞ്ഞ അവസ്ഥയിലായിരിക്കുക. Be faithful at all times. എല്ലാ സമയത്തും വിശ്വസ്തരായിരിക്കുക. That is how you face these difficult times. ഇങ്ങനെയാകുന്നു ഈ പ്രയാസമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ നമ്മൾ നേരിടുന്നത്. But when we come back to, our reaction can be slightly, there can be 4 reactions. I've just put down 4 reactions, maybe 10. But I've just put down 4 reactions people usually have about difficult times. പക്ഷെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. പല രീതിയിൽ പലതും ഉണ്ടാകാം. പക്ഷേ ഇന്ന് ഞാനൊരു 4 കാര്യങ്ങളാകുന്നു നിങ്ങളോട് പറയുന്നത്. One can be a reaction of apathy. Apathy means we don't care. What difficult time? I'm old. Okay. നമ്മൾ ഒന്നാമതായിട്ടുള്ള ആയിരിക്കുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരവും ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥ. എവിടെ എന്ത് സംഭവിച്ചാലും എന്താ, എനിക്കൊന്നും ഒരു കാര്യമില്ല. യുക്രൈനിൽ അവിടെ നടക്കുന്ന കാര്യത്തിൽ ഞാൻ എന്തിനാ ബാധിക്കപ്പെടുന്നത്? ഇവിടെ ഞാൻ വളരെ സന്തോഷം. അവർക്കത് തീർച്ചയായിട്ടും ലഭിക്കാൻ തന്നെ വേണം. അതുകൊണ്ടാകുന്നു ദൈവം അത് അപ്രകാരം അവരോട് ചെയ്തത്. A sense of apathy even when others go through problems. Sometimes even when we see physically people going through problems, we are apathetic. We don't care. We become numb. Sometimes we have become numb to our spiritual state of our heart even.
നമ്മളൊരു വികാരശൂന്യതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. മറ്റുള്ളവർ നമ്മളുടെ ചുറ്റുമുള്ള വ്യക്തികൾ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും നമ്മൾ അവരെ നോക്കിക്കണ്ടിട്ട് ഒരു വികാരവും അവരോട് ഒരു കരുണയും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ഹൃദയം ഒരു കഠിനപ്പെട്ടൊരു അവസ്ഥയിൽ നമ്മളൊരു വികാരശൂന്യതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. The second reaction I want to say is a worldly reaction. രണ്ടാമതായിട്ട് പറയാനായിരിക്കുന്നത് ലോകപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം. Because everyone in the world does it. What's the big deal? We have to always want to desire more and get more and save more and push the other person down and I want to move on. ലോകപരമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് എങ്ങനെയുള്ളതെന്നുള്ളതല്ല, എനിക്ക് മുന്നോട്ട് പോകണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെയായിരിക്കുന്നു, മറ്റുള്ളവരെ പറ്റിയിട്ടല്ല. എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് കൂടുതൽ ലഭിക്കണം, എനിക്ക് കൂടുതൽ ലാഭം വേണം, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വേണം, ഞാൻ എൻ്റെ കാര്യം നോക്കി ഈ മുൻപോട്ട് പോകണം എന്നുള്ള അവസ്ഥയിൽ. Even when you hear about missions like Pastor Manoj came and shared last week, two weeks back, or even when we hear about the things of God, we say no, I just want to do my own thing. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ മനോജ് വന്ന് നമ്മുടെ ഇടയിൽ പറഞ്ഞതിനെ പറ്റിയിട്ടും ദൗത്യങ്ങളെ പറ്റിയിട്ടും പല കാര്യങ്ങളും പറഞ്ഞതിനെ പറ്റിയിട്ട് അതെല്ലാം കേൾക്കുമ്പോഴും നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. I just talking to Deepa yesterday and I was saying around 70-80 years back, there were certain pockets in Kerala where so many people went into missions work. ഞാൻ ഇന്നലെ ദീപയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു 70-80 കാലഘട്ടത്തിൽ 70 വർഷം മുമ്പേ പല വ്യക്തികളും ഈ മിഷൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പോവുകയുണ്ടായി. And you can find, there are people from certain villages. You go to certain places and certain villages, you will find that, there are so many people from that area who went out as missionaries. നിങ്ങളൊരു ആ സമയത്ത് ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള ഒരു ഭൂരിഭാഗം ആളുകളും ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് പോയ വ്യക്തികളായിട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. So I don't want to point out any villages or any place. ഞാൻ ഒരു സ്ഥലത്തെയും ചൂണ്ടിക്കാണിക്കുവാനല്ല പറയുന്നത്. But Kerala and Tamil Nadu had a lot of people going into North India. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വളരെയധികം ആളുകൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. Stopped. അതെല്ലാം നിന്നു. You realize it stopped? The church historians tell us it is stopped totally. നിങ്ങൾക്കറിയാമോ, അത് തീർച്ചയായിട്ടും അത് ഒരുവിധം അത് മുഴുവനായിട്ടും നിൽക്കുകയുണ്ടായി. Why? എന്തുകൊണ്ടാകുന്നു? Because a worldly attitude has come into us. കാരണം എന്നുള്ളത് ലോകപരമായിട്ടുള്ള ഒരു മനോഭാവം നമ്മളിലേക്ക് കടന്നു വന്നു. So if someone says I want to go to missions, ഒരു വ്യക്തി വന്ന് പറയുകയാണ് എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം, our initial reaction is why? ആദ്യത്തെ നമ്മുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ എന്തിന്? What's wrong with you? എന്താ നിന്റെ കുഴപ്പം? Can you see? We are so totally standing against the ways and plans of God. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ദൈവത്തിൻ്റെ ആലോചനകൾക്കും എതിരായിട്ടുള്ള രീതിയിലാകുന്നു നമ്മൾ നിൽക്കുന്നത്. The third reaction we can have is മൂന്നാമതായിട്ടുള്ള പ്രതികരണം is a hypocritical reaction. അതൊരു കപടഭക്തിയായിട്ടുള്ളൊരു അവസ്ഥ. And that is when we think of our state, we say, oh Lord, I want to really change, oh Lord, and we pray and we write down in a book also. അത് എന്ത് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കും, ഇത് പല മാറ്റങ്ങളും ഉണ്ടാകണം, പല കാര്യങ്ങളും നടക്കണം, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. But if you look through the bookshelves in our home, you'll find many books with such decisions. അങ്ങനെ പലപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിച്ച് നമ്മൾ പല ബുക്കുകളിൽ എഴുതും, പക്ഷേ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബുക്ക് ഷെൽഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയ പല ബുക്കുകളും അവിടെ കാണുവാൻ സാധിക്കും. But we have not gone. So it's actually hypocritical as far as God is concerned. As far as God is concerned, He says, my people, they don't listen to my voice. ഇങ്ങനെ എഴുതി നമ്മൾ ബുക്കിൽ വെച്ചതല്ലാതെ നമ്മൾ ആരും പുറത്തേക്ക് പോയതൊന്നുമില്ല. ദൈവം നോക്കുന്ന സമയത്ത് ദൈവം പറയുന്നത്, ഇത് നോക്കിയിട്ട് പറയുന്നത് ഇതെല്ലാം കപടഭക്തി രീതിയിലാകുന്നു എന്നുള്ളതാകുന്നു. And then there's the last godly thing, which is a wonderful reaction. അവസാനമായിട്ടും നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രതികരണം. അങ്ങനെ അതെങ്ങനെ? Now in 2 Timothy chapter 4, I want to point out 3 more things the apostle says, and I stop within about 10 minutes. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. So Anita, can you please read 2 Timothy 4:1-5? 2 തിമോത്തിയോസ് 4:1 മുതൽ 5 വരെ.
ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. Thank you. Now, chapter 4 and chapter 3 are actually a continuation. I mean, there were no chapter divisions when Paul wrote it. So, after saying this, he's just continuing on to say the next things. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 4-ാം അധ്യായം എന്നുള്ള രീതിയിൽ കാണുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു കത്തായിട്ട് പൗലോസ് തിമോത്തിയോസിന് എഴുതിയതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡിവിഷൻസ് ചാപ്റ്റർ വൈസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ 3-ാം അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാകുന്നു 4-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. So after saying difficult times are going to come, you be strong in the word of God which will prepare you, then Paul says this. പ്രയാസഘട്ടങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് തിമോത്തിയോസിനോട് ഇപ്രകാരം പറയുന്നത്, നീ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. Suddenly he says, I charge you in the presence of God and of Christ Jesus, who is to judge the living and the dead, and by his appearing and his kingdom. Suddenly he is talking about calling God as witness to what he's going to say right now. ഈ പ്രയാസ ബുദ്ധിമുട്ടുകളെല്ലാം വരും, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞതിന് ശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവിനെയും സാക്ഷി വെച്ചു എന്ന് പറഞ്ഞാണ് പൗലോസ് പറയുന്നത്. അതായത് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ദൈവം സാക്ഷിയായിട്ടുണ്ട് എന്നുള്ള രീതിയിലാകുന്നു പറയുന്നത്. So suddenly he is actually making it very serious. He is saying, Timothy, I am not saying something lightly. I am calling God to witness to what I am going to tell you now. I just said what will keep you, but now I want to tell you something very important. ഈ ഇപ്രകാരം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പൗലോസ് അതിൽ നിന്നും എല്ലാം മാറി ഒരു വളരെ ഗൗരവത്തോടുള്ള ഒരു കാര്യമാകുന്നു പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് ദൈവജനത്തിൽ നിൽക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ദൈവം ഇതിനെ സാക്ഷിയാകുന്നു എന്നുള്ള കാര്യം. Preach the word and he says certain things that are actually for people who preach. ദൈവത്തിന് വചനം പ്രസംഗിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നത് അത് ദൈവത്തിന് വചനം പ്രസംഗിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാകുന്നു. But 3 and 4 are for the general church. So I want to mention these 3 points. 3-ഉം 4-ഉം വാക്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് പൊതുസഭയ്ക്ക് വേണ്ടിയിട്ടാകുന്നു. അതുകൊണ്ട് ഞാൻ അത് പറയുവാൻ ആഗ്രഹിക്കുന്നു. 3 and 4, Anita, can you please read it again? അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. Thank you. Now the point is, you can make 4 points out of this, 5 points out of this, but I'm just going to pick 3 points. ഈ വാക്യങ്ങളിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 4 പോയിന്റ് 5 പോയിന്റ് ഉണ്ടാകാം. ഞാനിവിടെ 3 പോയിന്റാണ് പറയുന്നത്. A time is coming, I believe it's already here, that people are not interested in sound doctrine. ഒരു സമയം വരുന്നു, ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോൾ വന്നുമിരിക്കുന്നു. ആളുകൾക്ക് പത്യോപദേശത്തിൽ അത് കേൾക്കുവാൻ ആഗ്രഹമില്ല. This pastor is not at all speaking things that are up to date and relevant for us. ഈ പാസ്റ്റർ ഞങ്ങൾക്ക് പ്രസക്തിയുള്ളതായിട്ടുള്ളതോ അല്ലാതെ ഇന്നത്തെ അവസ്ഥയിൽ സമൂഹത്തിൽ ജീവിക്കണം എങ്ങനെയുള്ള രീതിയിലല്ല പ്രസംഗിക്കുന്നത്. You see, we always want things that are relevant. നമ്മൾക്ക് എല്ലാ ആളുകൾക്കും വേണ്ടുന്നത് ഇന്ന് പ്രസക്തി അർഹിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. We want to be friendly. നമുക്ക് എല്ലാവരടുത്തും സഹോദര സ്നേഹത്തിലായിരിക്കണം എന്നുള്ളതാണ്. When people come in, we should be the most welcoming church. ആളുകൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ സഭയാകുന്നു ഏറ്റവും ആളുകളെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുള്ള സഭ. Do you know that around the world it is acknowledged? You go and ask anyone who knows about Christian churches that the pastor who actually had to step down in Australia, that church is known as the most friendly, welcoming church in the world.
നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ചോദിക്കാവുന്നതാകുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഒരു പാസ്റ്റർ തൻ്റെ സ്ഥാനം വിരമിക്കുന്നതായിട്ടുള്ള ഒരു പാസ്റ്റർ, ആ സഭ ഓസ്ട്രേലിയയിലുള്ളൊരു സഭയാകുന്നു. അത് ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സഭയായിരുന്നു. And making the gospel relevant in every situation. ഏതവസ്ഥയിലും സുവിശേഷത്തെ അതിനെ പ്രസക്തി അർഹിക്കുന്നതായിട്ടുള്ള രീതിയിൽ വളരെ സൗഹൃദത്തോടെ നിലനിർത്തുന്ന ഒരു സഭയാകുന്നു. I'm not saying we don't need relevancy. We do need. നമുക്ക് പ്രസക്തി വേണ്ട എന്നുള്ളതല്ല, നമുക്ക് തീർച്ചയായിട്ടും വേണം. But the more important thing is, are you willing to hold on to the truth of the word of God? പക്ഷെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ, അതിൻ്റെ ആ സത്യത്തെ മുറുകെ പിടിക്കുവാൻ നമ്മൾക്ക് ആഗ്രഹമുണ്ടോ? Are you willing to hold the word of God above everything else? എല്ലാത്തിനും ഉപരി ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? They will not endure sound doctrine. അവർ പത്യ ഉപദേശം അത് അവർ ആഗ്രഹിക്കുന്നില്ല, അവരതിനെ ആഗ്രഹിക്കുന്നില്ല. They only want to hear what they like to hear. അവർക്ക് കേൾക്കുവാൻ ആഗ്രഹമുള്ള കാര്യമാകുന്നു അവർ കേൾക്കുന്നത്. Sound doctrine is based on the fact that God has said certain things and that's the truth. പത്യോപദേശം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് സത്യം തന്നെ ആയിരിക്കും. It is in the word of God. അത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. It's about salvation. അത് രക്ഷയെ പറ്റിയിട്ടാകും. It's about the work of the cross. ക്രൂശിന്റെ പ്രവൃത്തിയെ പറ്റിയിട്ടാകുന്നു. It's about what God is going to do. ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാകും. It's about God, His Son, the Holy Spirit. അത് ദൈവത്തെ, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതിനെ പറ്റിയിട്ടാകുന്നു. It's about the church. സഭയെ പറ്റിയിട്ടാകും. It's about the mission. അത് സുവിശേഷത്തെ പറ്റിയിട്ടാകും. It's about the nature of God. അത് ദൈവത്തിന്റെ ഒരു പ്രകൃതി രീതിയെ പറ്റിയിട്ടാകുന്നു. Holiness. വിശുദ്ധിയെ പറ്റിയിട്ടാകും. Righteousness. നീതിയെ പറ്റിയിട്ടാകും. Justice. ന്യായത്തെ പറ്റിയിട്ടാകും. Sound doctrine are things that you just cannot evade. You need to be grounded in sound doctrine. ശരിയായ പഠിപ്പിക്കൽ, പത്യോപദേശം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് മാറിപ്പോകുവാൻ സാധിക്കാത്തതായിട്ടുള്ള, അതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാകുന്നു. Number 2. രണ്ടാമതായിട്ടുള്ള കാര്യം, wanting to have the ears tickled. Very interesting. It's a very interesting picture that Paul is writing. നമ്മൾക്ക് കേൾക്കുന്ന കാര്യങ്ങൾ ഇമ്പമുള്ള രീതിയിലായിരിക്കണമെന്നുള്ളത് ഇവിടെ പൗലോസ് വളരെ രസകരമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. Ears tickled. You have earbuds which sort of tickles your ears. ഈ ഇമ്പമുള്ളത് എന്ന് പറയുന്നത് പൗലോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇയർബഡ്സ് ഒക്കെ ചെവിയിലിടാൻ നേരത്ത് നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, ആ രീതിയിലായിരിക്കും. You may not have anything inside your ear. നമ്മളുടെ ചെവിക്കുള്ളിൽ ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ എന്നാലും അത് ഇടുന്ന സമയത്തുള്ള ഒരു അനുഭവം. But earbuds are actually not helpful also. It actually pushes the wax inside. I'm told by doctors. ഇയർബഡ്സ് ഉപയോഗിക്കുന്നത് ഡോക്ടർമാർ പറയുന്നത് അധികം അത് ഉപയോഗിക്കരുതെന്നാണ്. കാരണം അത് നമ്മുടെ ചെവിക്കായം അതിനെ ഉള്ളിലേക്ക് തള്ളി കയറ്റുക തന്നെ ചെയ്യും. But we like to get it tickled. It's a good feeling. പക്ഷെ അത് അങ്ങനെ നമ്മൾക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു അനുഭവമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ അതിനെ ചെയ്യുക തന്നെ ചെയ്യും. People doing what they like, what is sensuous, what is likable, what uplifts our emotions. ആളുകൾക്ക് ഇഷ്ടമുള്ളത്, നമ്മളെ ഉണർത്തുന്നതായിട്ടുള്ള, നമുക്ക് സന്തോഷം തരുന്നതായിട്ടുള്ള, നമ്മളെ പിടിച്ചിരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് അത് കേൾക്കണമെന്നുള്ളതാകുന്നു. And there are a lot of people who flock to such preachers because they feel very good when they hear such a man preach. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇന്നിങ്ങനെ പ്രസംഗിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. കാരണം അവർ പ്രസംഗിക്കുന്നതായിട്ടുള്ള സമയത്ത് വളരെ ഒരു സുഖമുണ്ട് കേൾക്കുവാൻ. They forget that they have to stand before a God who is going to judge every intention and thought of our heart. അവർ പലപ്പോഴും മറക്കുന്നതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, അവർ ന്യായവിധി സമയത്ത് ഒരു ദൈവത്തിന് മുൻപാകെ നിൽക്കും. നമ്മളുടെ എല്ലാ ചിന്തകളും എല്ലാ വിചാരങ്ങളും വിധിക്കുന്നതായിട്ടുള്ള ഒരു ദൈവത്തിന് മുമ്പാകെയാകുന്നു നമ്മൾ നിൽക്കേണ്ടത്. And third thing that says is they turn away from the truth to myths. മൂന്നാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവർ സത്യം വിട്ടൊഴിഞ്ഞ് കെട്ടുകഥകളിലേക്ക് മാറും. And there's a lot of that happening in the world today. ഇന്ന് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. People who are part of this church have gone away after myths. നേരത്തെ ഈ സഭയുടെ ഭാഗമായിരുന്ന പല ആളുകളും കെട്ടുകഥകൾ കേൾക്കുന്നതിന് പുറകെ പോയിട്ടുണ്ട്. No hell,
no hell, നരകം ഇല്ല എന്നുള്ള രീതിയിൽ, no punishment of sin, പാപം ചെയ്താൽ ഒരു തെറ്റും ഒരു പണിഷ്മെന്റ്, ഒരു തെറ്റില്ല, ശിക്ഷയില്ല, no holiness, only love, വിശുദ്ധിയിൽ വേണ്ട സ്നേഹത്തിൽ മാത്രം മതി. myths, ഇതെല്ലാം കെട്ടുകഥയാകുന്നു, not in accordance with the truth of the word of God. ഇത് ഒന്നും ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിനോട് ചേരുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. You stand strong. നിങ്ങൾ ഉറപ്പുള്ളവരായി നിൽക്കുക. Do the calling that is upon your life. നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള വിളി അത് നിങ്ങൾ ചെയ്യുക. If you're called to be a minister of the word of God, do that faithfully. നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക. If you're a businessman, be a witness in that place, lifting up the word of God. നിങ്ങൾ ഒരു ബിസിനസ്സിലായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥ, ആ ഒരു സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തതയിൽ ദൈവവചനം ഉയർത്തി ജീവിക്കുക. You're working in the corporation office, do the work of the Lord there. നിങ്ങൾ ഒരുപക്ഷെ കോർപ്പറേഷൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ വേല ചെയ്യുക. If you're a doctor, be the witness in that place, but lifting up the word of God, being rooted and grounded in the word. നിങ്ങൾ ഒരു ഡോക്ടർ ആകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കുക, ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുക, ദൈവത്തിന്റെ വചനമാകുന്ന സത്യത്തിൽ ഉറച്ച് അതിൽ വേരൂന്നി നിൽക്കുക. Difficult times will come, പ്രയാസഘട്ടങ്ങൾ വരിക തന്നെ ചെയ്യും. and maybe we are in the middle of it. നമ്മൾ ഒരുപക്ഷെ അതിന്റെ നടുവിലായിരിക്കും. But God has given us ways how to stand in these difficult times. പക്ഷേ ദൈവം ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആയിട്ടുള്ള ഈ വഴി തന്നിട്ടുണ്ട്, എങ്ങനെ ഈ പ്രയാസഘട്ടങ്ങളിൽ നിൽക്കണം എന്നുള്ളതിന് വേണ്ടി. Can we bow our heads, please? നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. It may be right for you to take a minute or two to think about what you just heard. ഇപ്പോൾ നിങ്ങൾ കേട്ടതായിട്ടുള്ള കാര്യം ചിന്തിക്കുവാനായിട്ട് ഒരു നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം നിങ്ങൾക്ക് എടുക്കാം. Ask yourself, where is my life? How am I responding in these difficult times? നിങ്ങളോട് തന്നെ ചോദിക്കുക, എങ്ങനെയാകുന്നു ഞാൻ ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്നത്, ഞാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു? What is my attitude to the word of God? ദൈവത്തിന്റെ വചനത്തോടുള്ള എൻ്റെ മനോഭാവം എങ്ങനെയാകുന്നു? Have I become like the world? ഞാൻ ഈ ലോകപ്രകാരമായിട്ടുള്ള രീതിയിലായിട്ടുണ്ടോ? Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we acknowledge as we come before you, that all of us need your help. പിതാവേ, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ സഹായം വേണം. And we acknowledge, Lord, that you are so good. ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ, അങ്ങ് നല്ല ദൈവമാകുന്നു. You have come after us when we were yet so opposed to you. You came and reconciled us through the death of your son, Father. ഞങ്ങൾ അങ്ങയോട് എതിർത്ത് നിന്നതായിട്ടുള്ള സമയത്തും അങ്ങ് ഞങ്ങളോട് വന്ന് നിരപ്പ് പ്രാപിച്ചു, അങ്ങയുടെ പുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നു. You reconciled us to yourself. You did it, Lord. അങ്ങ് ഞങ്ങളെ അങ്ങയോട് നിരപ്പിച്ചു, അങ്ങ് പ്രവൃത്തി ചെയ്തു കർത്താവേ. Nothing of our goodness, ഞങ്ങളുടെ നന്മയൊന്നുമല്ല, but you were merciful. അങ്ങ് കരുണയുള്ളതാകിയാൽ മാത്രമാകുന്നു. And therefore we return to you this morning again. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ പകൽ സമയത്ത് അങ്ങയിലേക്ക് തിരിയുന്നു. And we say, Lord, like our Lord Jesus said, apart from Jesus we can do nothing. ഞങ്ങൾ ഇപ്രകാരം പറയുന്നു, യേശു പറഞ്ഞതുപോലെ അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. We can stand only in Jesus. ഞങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുന്നത് യേശുവിൽ മാത്രമാണ്. And therefore we cry out to you and we say, Lord, we want to return. We want to be able to stand in these difficult times. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങയോട് കരയുന്നു. ഞങ്ങൾക്ക് അങ്ങേ വേണം, ഞങ്ങൾ ഈ പ്രയാസഘട്ടത്തിൽ നിലനിൽക്കുവാൻ അങ്ങേ വേണം. And Father, we want your work to continue in our lives, the work of salvation that you do through the work of the Holy Spirit.
പിതാവേ, അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അത് തുടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ പരിശുദ്ധാത്മാവിനുള്ള പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. We want to be cleansed and we want Jesus to be more and more growing in us. അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ഞങ്ങളിൽ മുഴുവനായിട്ടും കൂടുതലായിട്ട് വളരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. And we want the Spirit of the living God to take greater control of our lives. പരിശുദ്ധാത്മാവ് ആകുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. So as a body, a community of believers, we will display your love in us and to the world. ഞങ്ങൾ ഒരു കൂട്ടമാകുന്ന സഭയാകുന്ന വിശ്വാസികളുടെ കൂട്ടമാകുന്ന അവസ്ഥയിൽ ഞങ്ങളിലും മറ്റുള്ള ഈ ലോകത്തോടും കർത്താവിനെ പ്രചരിപ്പിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. That we would declare to everyone through our lives that Jesus lives. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവരിലേക്ക് അത് പ്രഖ്യാപിക്കുവാൻ യേശു ജീവിക്കുന്നു എന്നുള്ളത്. That every day would be a declaration of your salvation. എല്ലാ ദിവസവും അങ്ങയുടെ രക്ഷയുടെ ഒരു പ്രഘോഷണമാകുവാൻ. We bless your holy name, Lord. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. And we commit ourselves to you. ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. Lord, help us as a church. സഭയായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. That we may live for your glory. ഞങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. ആമേൻ.